അധ്യക്ഷൻ പവിത്രം പല്ലവി, സ്വാഗതമോദിയ പത്മലോചനൻ, എനിക്ക് ഉപഹാര സമർപ്പണം നൽകിയ രാധാകൃഷ്ണൻ മാസ്റ്റർ, സിനിമ സീരിയൽ സുനിൽ വടകര, ജ്യോതിഷ് ജാനു തമാശ, അതേപോലെ എൻ്റെ വാർഡിലും പിന്നെ എൻ്റെ എല്ലാമായ കഴിഞ്ഞ പ്രാവശ്യം വരെ മെമ്പറായ ഗിരീശൻ നടുക്കണ്ടി, അതേപോലെ ഇപ്പോഴത്തെ മെമ്പറായ ഷംന, സച്ചിദാനന്ദൻ, അറിയാൻ പറ്റുമോ? ഇതിന് എല്ലാറ്റിനുപരിയായി ഓൺലി മ്യൂസിക്കിൻ്റെ സുഷപ്ന നാഡിയായ തിലകൻ, എന്താണ് ഊന്നി പറയേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയാലും കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഒരു 3-4 പ്രാവശ്യം എനിക്ക് അവാർഡിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ഞാൻ ഓൺലി മ്യൂസിക്കിലില്ല. അപ്പോൾ ഒരു നിമിത്തമായിരിക്കാം ഞാൻ ഓൺലി മ്യൂസിക്കിലേക്ക് വന്നാൽ എനിക്കൊരു അവാർഡ് കിട്ടും, അങ്ങനെ ഒരു നിമിത്തം ഉണ്ടാവാം. എന്ത് തന്നെയാലും സന്തോഷം. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. 1984 ഇത്തിരി നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. കാരണം ഞാൻ ആരാന്നറിയണ്ടേ, എല്ലാവർക്കും അങ്ങനെ അറിയാൻ പറ്റാത്തതാണ്. ഇപ്പം 84 ഞാൻ ജോലിയിൽ പ്രവേശിച്ചത്. പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ മാനസികമായിട്ട് കുറേ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചതാണ്. 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മ മരിച്ചത്. അതൊരു 4-5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും എൻ്റെ അച്ഛനും മരിച്ചു. അപ്പോൾ ഒരു മാനസികാവസ്ഥയിലാണ്. എൻ്റെ പ്രായമാണെങ്കിൽ ഒരുപാട് സ്വപ്നം കാണുന്നതും ഒരുപാട് മോഹങ്ങളും ഒരുപാട് സ്നേഹങ്ങളും എല്ലാം നിറഞ്ഞ ഒരു പ്രായമായിരുന്നു, അതായത് കൗമാരം. ഞാൻ 20ാമത്തെ വയസ്സിലാണ് ഈ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഈ ജോലി കിട്ടിയത് എൻ്റെ മാനസികമായ ഒരു സന്തോഷത്തെ എനിക്ക് വെല്ലുവിളിച്ച് നേരിടേണ്ടി വന്ന ഈ ജോലി കിട്ടിയതുകൊണ്ട് വളരെ സന്തോഷം. അപ്പം തന്നെ ഞാൻ ഈ ജോലിയെ എൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റുകയും ചുരുങ്ങിയ പൈസ 175 രൂപ ഓണറേറിയത്തിൽ, അന്ന് കുറേ പേരൊക്കെ പിരിഞ്ഞു പോയതാണ്. അപ്പോൾ ഞാൻ അത് ഏറ്റെടുത്തു, വാങ്ങി സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഭാസ്കരൻ എന്നെ കല്യാണം തേടി വന്നു. അപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞു ഇനി വരൂലല്ലോ, 175 ഉറുപ്പ്യല്ലേ ഉള്ളൂ. കോട്ടക്കട വന്ന് ഞാൻ അങ്ങോട്ട്, അപ്പം എല്ലാവരും ചോദിക്കാൻ തുടങ്ങി ടീച്ചറെ വരുമോ. അപ്പം ഞാൻ പറഞ്ഞു ഞാനിത് ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ടുള്ള ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴാണോ എനിക്ക് പിരിഞ്ഞു വരേണ്ട ഒരു സമയം, അതുവരെ എൻ്റെ ശരീരം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഈ ജോലി തുടർന്നു പോകുന്നവർക്ക് വാക്കും കൊടുത്തു. പിന്നെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒരു കടയിലായിരുന്നു അംഗൻവാടി തുടങ്ങിയത്. വളരെ ബുദ്ധിമുട്ട് സഹിച്ചു അന്നത്തെ ടീച്ചർമാർ, ഞാനല്ല എല്ലാവരും തന്നെ. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു.